നമസ്കാരം. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കണ്ടമത്ത് എന്നുള്ളൊരു റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ ആദ്യം സ്റ്റേക്ക് വേണ്ടി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തെന്മല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാമിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ ഒരു റൂം കണ്ടു. ഇവിടെ വന്നപ്പോൾ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏകദേശം അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പുറകിലേക്ക് മാറി പുനലൂർക്ക് വരുന്ന വഴിക്ക് മാറിയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം പറയാം. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ റൂം ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും റൂം നമുക്ക് കിട്ടാനും വളരെ എളുപ്പമായിരുന്നു. കാരണം ഞങ്ങൾ സന്ധ്യയായപ്പോഴാണ് വന്നത്, നേരത്തെ ബുക്ക് ചെയ്തിട്ടല്ല വന്നത്. അപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഈ റിസോർട്ടിലേക്ക് വന്നപ്പോൾ വില്ലകൾ ഉണ്ട്, അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് എല്ലാം സാറിന് സാറ്റിസ്ഫൈഡ് ആവും. എല്ലാവിധ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. നമസ്കാരം. ഞങ്ങൾ രാവിലെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ റൂമിൻ്റെ ഭാഗങ്ങൾ, അത് ഈ റിസോർട്ടിൻ്റെ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള പറ്റിയൊരു ഏരിയയൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം എൻ്റർടൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ വളരെയധികം രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അവിടെ വർക്ക് തീർന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം ഒക്കുപൈഡ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ ഡീറ്റെയിൽ കാണിക്കാം. വളരെ നന്നായിട്ട് ഫർണിഷിങ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്യൂട്ട് റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതും റിവറിൻ്റെ സൈഡിലുള്ളതാണ്. എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അതായത് നോക്കിക്കഴിഞ്ഞാൽ AC, അതുപോലെ തന്നെ ഇൻസൈഡ് ചെയ്തേക്കണ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ ബെഡൊക്കെ തന്നു. പിന്നെ നമുക്ക് TV ഉണ്ട്. അതുപോലെ തന്നെ കൂളിങ്ങിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അസൗകര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് ബാത്റൂമിൻ്റെ ഇത് വന്നിരിക്കുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് ബാത്റൂമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈജീനായിട്ടുള്ളൊരു ബാത്റൂമാണ്. കാരണം നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഹൈജീനും ആയിരിക്കണം, അത് സെക്യൂറും ആയിരിക്കണം. അങ്ങനെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമും നല്ല റൂമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു? പിന്നിലെ റിവർ ആയതുകൊണ്ടല്ലേ ഭംഗിയുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്, ഒരു വലിയ ഊഞ്ഞാലുണ്ട്, കിടക്കുന്ന ഊഞ്ഞാലുണ്ട്, അവിടെ വേറെ ഊഞ്ഞാലുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കളിക്കുന്ന സ്ഥലമുണ്ട്, പിള്ളേർക്ക് പറ്റുന്ന സ്ഥലമുണ്ട്, പിള്ളേർക്ക് പറ്റിയ ഊഞ്ഞാലുണ്ട്. അങ്ങനെ കുറേ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, അവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ടേബിൾ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടമത്ത് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ പോവുക. കാരണം തെങ്കാശി മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടിയുള്ള സമയം ഞങ്ങൾക്ക് ഇന്ന് വേണം. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ഇറക്കമാണ് നേരത്തെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ആദ്യം ചെയ്യുന്നത് കണ്ടമത്ത് ലോഡ്ജിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ നല്ലൊരു റിസോർട്ടുണ്ട് കണ്ടമത്തിൻ്റെ. അവിടെ ഓരോ വർക്ക് നടക്കുന്നുണ്ട്. അതായത് സ്യൂട്ട് റൂമിൻ്റെ വർക്ക് നടക്കുകയായിരുന്നുള്ളൂ. അപ്പോൾ സ്യൂട്ട് റൂമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു 4 റൂം ഓൾറെഡി ഒക്കുപൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ആദ്യത്തെ റൂമാണ്, അത് റിവർ സൈഡ് റൂമാണ് ഞങ്ങൾക്ക് അവർ തന്നത്.
എന്നാലും പ്രീ ബുക്കിംഗ് ഒന്നും ഇല്ലാണ്ടാന്ന് തോന്നുന്നത്. കാരണം ഞങ്ങൾ എല്ലാ യാത്രയിലും പ്രീ ബുക്കിംഗ് ചെയ്തിട്ടാണ് പോകാറുള്ളൂ. ഇതിപ്പോൾ തെന്മലയിൽ സ്റ്റേ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് തെങ്കാശിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് സെക്യൂർ ആയിട്ടൊരു സ്ഥലത്ത് താമസിക്കുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവരുടെ പഴയ ഇതിനോട് ചേർന്നുള്ള സാധാ റിസോർട്ട് വരുന്നത് 2750 രൂപയാണ്. അതിനകത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അത് പറയുന്നത് മുതിർന്ന 2 പേരും 2 കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ പിള്ളേരും ഉണ്ട്. ഓൾറെഡി 12 വയസ്സിന് മുകളിലുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ നിലവിൽ ഒരു എക്സ്ട്രാ ബെഡ് അവർ തന്നു. സ്യൂട്ട് റൂമാണ് തന്നത്. 3000 രൂപയ്ക്കാണ് സ്യൂട്ട് റൂം തന്നത്. രാവിലെ ഞങ്ങൾക്കൊരു ടീം തന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേ തന്നെയായിരിക്കും. ഇവിടെ തെന്മലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം. നമുക്ക് ഞങ്ങളുടെ അനുഭവം വെച്ച് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളോ അതുപോലെ തന്നെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർക്കും അതിന് പ്രയോജനപ്രദമാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓൾറെഡി പോവാം. ഓക്കെ, ബൈ ബൈ. ഇനി ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിൽ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. എന്തായാലും പോണതിന് മുമ്പുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുകയാണ്. സോഫ്റ്റായിട്ട് കഴിക്കുകയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഹായ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല നല്ലൊരു ഓക്കെ. അപ്പോൾ നല്ല ഫുഡുമായിരുന്നു. ശരിയെന്നാ. ഓക്കെ, പോവാം. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തെങ്കാശിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ തെങ്കാശിയിലെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.